ഇന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പറാൻഡുകൾ അല്ലേ, നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷനകത്ത് ഓപ്കോഡും ഓപ്പറാൻഡുകളും ഉണ്ട്. ഈ ഓപ്പറാൻഡുകൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അത് നമുക്ക് അഡ്രസ്സിംഗ് മോഡ് വഴിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 8086 മെയിനായിട്ടുള്ള അഡ്രസ്സിംഗ് മോഡ്സാണ് നമ്മൾ നോക്കുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഓപ്പറാൻഡ് ആ ഇൻസ്ട്രക്ഷനൊപ്പം തന്നെ അവൈലബിൾ ആണ്. അതിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡെന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ മൂവ് AX005H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AXനകത്തോട്ട് 0005H ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 4 ഡിജിറ്റാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്നറിയോ, AX 16 ബിറ്റ് രജിസ്റ്ററാണ്. എല്ലായിരുന്നെങ്കിൽ നമുക്ക് 05H മതിയായിരുന്നു. ഇവിടെ നോക്കിയേ, മൂവ് BL06H, BL-ലോട്ട് 06 കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് എഴുതണം. AX 2 ഡിജിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകമ്പാറ്റബിൾ ഓപ്പറാൻഡ് എറർ വരും. ഓക്കെ, ഇനി അടുത്ത അഡ്രസ്സിംഗ് മോഡ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെമ്മറിയിൽ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അപ്പോൾ മൂവ് AX, കണ്ടൻറ്റ് ഓഫ് 5000H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000H കണ്ടൻ്റ് ആയിരിക്കും എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്, AX-ലോട്ട്. അപ്പോൾ മെമ്മറിയുടെ ആ ലൊക്കേഷൻ അഡ്രസ്സ് കൃത്യമായിട്ട് പറഞ്ഞു, അതാണ് ഓപ്പറാൻഡ് വാല്യൂ. അവിടുള്ള വാല്യൂ ആണ് AX-ലോട്ട് മൂവ് ചെയ്യുന്നത്. ഇൻ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഇൻ 80H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, 80H എന്ന് പറയുന്ന അഡ്രസ്സുള്ള ഡിവൈസിൽ നിന്ന് ഡേറ്റ നമ്മുടെ സിസ്റ്റത്തിലോട്ട് വരുന്നു എന്നാണ് മീനിങ്. ഓക്കെ, അതാണ് ഇൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ രജിസ്റ്ററിലിരിക്കുക, അവ തമ്മിലുള്ള മൂവ്മെൻറ്റ്. എക്സാമ്പിൾ മൂവ് AL, BL അല്ലെ മൂവ് AX, BX. ഇതെല്ലാം ഏതിന് എക്സാമ്പിളാണ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. ആഡ് AL, BL ഇതെല്ലാം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിളാണ്. ഈ രജിസ്റ്റർ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരിക്കും, ഇൻഡയറക്റ്റ്ലി നമ്മൾ രജിസ്റ്റർ സ്പെസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് മൂവ് AX, കണ്ടൻറ്റ് ഓഫ് BX എന്ന് വെച്ച് കഴിഞ്ഞാൽ BX-ലെ കണ്ടൻറ്റ് ഒരു അഡ്രസ്സുണ്ട്, ആ ലൊക്കേഷനിലായിരിക്കും നമ്മുടെ എന്തിരിക്കുന്നത്, ഓപ്പറാൻഡ് ഇരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് ആണ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെക്സ് രജിസ്റ്ററിൻ്റെ സഹായത്തോടെ ഓപ്പറാൻഡിനെ ഫൈൻഡ് ചെയ്യുക. നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഇൻഡെക്സ് രജിസ്റ്ററാണ് ഉള്ളത്, സോഴ്സ് ഇൻഡെക്സും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സും. മൂവ് AX, കണ്ടൻറ്റ് ഓഫ് SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIയിൽ ഒരു മെമ്മറി ലൊക്കേഷനുണ്ട്. ഓക്കെ, നമ്മൾ ആ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റാണ് എങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നത്, AX-ലോട്ട് മൂവ് ചെയ്യിക്കുന്നത്. ഇനി രജിസ്റ്റർ റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു രജിസ്റ്ററും ഉണ്ടാവും, ഒരു റിലേറ്റീവ് ഡിസ്റ്റൻസും ഉണ്ടാവും. അപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൂവ് AX, 50H BX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BX-ലെ കണ്ടൻറ്റ് എടുക്കും. അപ്പോൾ ഒരു 1000 എന്ന വല്ലതും ആണെങ്കിൽ അതിൻ്റെ കൂടെ 50H കൂടി ആഡ് ചെയ്യും. ആ കിട്ടുന്ന അഡ്രസ്സിലുള്ള ഓപ്പറാൻഡാണ് എങ്ങോട്ട് മൂവ് ചെയ്യിക്കുന്നത്, AX-ലോട്ട് മൂവ് ചെയ്യിക്കുന്നത്. അപ്പം നമുക്കവിടെ ഒരു റിലേറ്റീവ് ഡിസ്റ്റൻസ് ആയ 50H ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്റ്റർ റിലേറ്റീവ്. അടുത്തത് രജിസ്റ്റർ ബേസ്ഡ് ഇൻഡെക്സ്ഡ്. ബേസ്ഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ബേസ് രജിസ്റ്ററും ഇൻവോൾവ് ആവും, ഇൻഡെക്സ് രജിസ്റ്ററും ഉണ്ടാവും. ബേസ് രജിസ്റ്റർ നമുക്കുള്ളത് BX-ഉം BP-യും ആണ്. പിന്നെ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ, അത് SIയോ DIയോ. ഇങ്ങനെ വന്ന അഡ്രസ്സിംഗ് മോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഇൻഡെക്സ്ഡ്. ദാറ്റ് ഈസ് ഓപ്പറാൻഡ് AX-ലോട്ട് മൂവ് ചെയ്യുന്ന ഓപ്പറാൻഡ് വാല്യൂ എന്ന് പറയുന്നത് BX-ലെ ഒരു കണ്ടൻറ് ഉണ്ടാവും, ആ അഡ്രസ്സ് പ്ലസ് SIയിലെ കണ്ടൻറ് എടുക്കുക, ആ അഡ്രസ്സ്, അവ തമ്മിൽ ആഡ് ചെയ്യുന്ന കിട്ടുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻ്റാണ് എങ്ങോട്ട് എടുക്കുന്നത്, AX-ലോട്ട് എടുക്കുന്നത്. അടുത്തത് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ്. അപ്പം ബേസ് രജിസ്റ്റർ വേണം, ഇൻഡെക്സ് രജിസ്റ്റർ വേണം, പിന്നെ റിലേറ്റീവ് ഡിസ്റ്റൻസും വേണം. എക്സാമ്പിൾ മൂവ് AX 50H BX, കണ്ടൻറ്റ് ഓഫ് BX, കണ്ടൻറ്റ് ഓഫ് SI. അപ്പോൾ BX-ലെ കണ്ടൻറ്റ് എടുക്കുക, ദാറ്റ്സ് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. SI-ലെ കണ്ടൻറ്റ് എടുക്കുക, അതൊരു അനദർ വാല്യൂ ഓഫ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അത് തമ്മിൽ ആഡ് ചെയ്യുക, പ്ലസ് 50H ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 3 എണ്ണം കൂടി ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് എടുത്തിട്ട് AX-ലോട്ട് മൂവ് ചെയ്യിക്കുക. അതാണ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ്. അപ്പം ബേസ്ഡ് ഇൻഡെക്സ്ഡ് പറഞ്ഞു, റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ് പറഞ്ഞു, രജിസ്റ്റർ റിലേറ്റീവ് പറഞ്ഞു, രജിസ്റ്റർ ഇൻഡയറക്റ്റ് പറഞ്ഞു, ഇൻഡെക്സ്ഡ് പറഞ്ഞു, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. സോ ഇത്രയുമാണ് 8086-ലെ അഡ്രസ്സിംഗ് മോഡ്സ്. താങ്ക് യു.